രണ്ടാം വരവിന് ഹിറ്റടിച്ച് തലയും പിള്ളേരും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഡേ ആയിട്ടുള്ള ഇന്നലത്തെ ആദ്യ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ തലയായിട്ട് അരങ്ങുവാണ് അതൊരു ഹിറ്റ് ചിത്രമായിട്ട് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ. ചിത്രം 2007 പുറത്തിറങ്ങി അന്ന് വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടനോടൊപ്പം തന്നെ സിദ്ദിഖ്, ഭാവന, ജഗതി, സായികുമാർ, കലാഭവ മണി, ഇന്ദ്രജിത് സുകുമാരൻ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിയേറുന്ന ചിത്രം അന്ന് വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അൻവർ റഷീദ് ആയിരുന്നു ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രം 18 വർഷങ്ങൾക്കിപ്പുറം തിയേറ്ററിലോട്ട് എത്തിയപ്പോഴും വിജയ് ആവർത്തിക്കുകയാണ്. ചിത്രത്തിന് ബുക്കിംഗ് തുടങ്ങിയ സമയത്ത് ഒരു തണുപ്പും പ്രതികരണമായിരുന്നു ലഭിച്ചതെങ്കിലും പിന്നീട് അങ്ങോട്ട് തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ച ഒരു റെസ്പോൺസ് തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിലെ ആദ്യ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 45 ലക്ഷം രൂപയോളം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്പടികം, ദേവദൂതം തുടങ്ങിയ സിനിമയുടെ താഴെയാണ് ചോട്ടാ മുംബൈയുടെ കളക്ഷൻ എങ്കിലും ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. എമ്പുരാൻ, തുടരും തുടങ്ങിയ സിനിമകളുടെ വിജയ തുടർച്ച ലാലേട്ടൻ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയിലൂടെ ആവർത്തിക്കും. എന്തൊക്കെയാണ് കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിന് ഇന്നും ടിക്കറ്റ് കിട്ടാനില്ലാത്തൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പം ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ പ്രീ റിലീസ് വെർഷൻ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.